മുശ്രിക്കുകളുടെ ഇസ്ലാം മുസ്ലിമുകളിൽ ആ മുശ്രിക്കുകൾ വിശ്വസിച്ച് പോന്ന എന്താണ് ഷെഹർമാർ, പിന്നെ പൂജാതിക്കർമ്മം, മന്ത്രം, കർമ്മങ്ങളെല്ലാം ആ മുശ്രിക്കുകൾ മുഹമ്മദിൻ്റെ ആ ജനത വിശ്വസിച്ച് പ്രവർത്തിച്ചു പോന്നതാണ്. മുഹമ്മദ് നബിക്ക് സിഹറേറ്റിട്ടുണ്ടോ? മുഹമ്മദിനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാ നെഹസും നജീസും ഞാൻ ബാത്തിനാക്കി ഇല്ലായ്മ ചെയ്തിരിക്കുന്നു, നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു, ഒന്നും ഇല്ല. അള്ളാഹു അല്ലാതെ നിങ്ങൾ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന നൂറ്, ആ പ്രകാശം ഇറങ്ങി വന്ന നൂറ് ഇറങ്ങി വന്ന അന്ന മുഹമ്മദ് റസൂലുള്ളയാണ് നിങ്ങൾ എല്ലാവരും ഭൂമിയിലുള്ള എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. അതാണ് മുഹമ്മദും. നിങ്ങൾ ഷെഹറുകാരെ പറഞ്ഞ ഷെഹർ ഏറ്റിട്ടുണ്ട്, അള്ളാഹ്ക്ക് എങ്ങനെ ഷെഹർ ഏൽക്കും? അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്ക്ക് എങ്ങനെ ഷെഹർ ഏൽക്കും? അന്ന മുഹമ്മദ് റസൂൽ അള്ളാഹ്ന്നല്ലേ പറയുന്നത്. പിന്നെ മുഹമ്മദിന് ഷെയർ ഏറ്റുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമല്ല, നിങ്ങളല്ല പറയുന്നവര് ഇസ്ലാമല്ല. എന്നെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാനും അതാണെന്നല്ലേ പറഞ്ഞത്. മുഹമ്മദ് റസൂലുള്ള അള്ളാഹുവിന്റെ തിരുദൂതരാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് നിങ്ങൾ തിരിച്ചു പറയുകയാണ് നിങ്ങളുടെ സൗകര്യത്തിന്. എങ്ങനെയെന്നറിയാം മോനെ, ഞാൻ പറഞ്ഞില്ലേ വലമു അന്ന ഫിക്ക റസൂലുള്ളാഹി പറഞ്ഞേ, അള്ളാഹും റസൂലും നിങ്ങളിലുണ്ട്. മുഹമ്മദ് മരിച്ചുപോയോ? അപ്പോ അള്ളാഹും റസൂലും നിങ്ങളിൽ ഉണ്ടെന്ന് അള്ളാഹു പറഞ്ഞു, റസൂല് പറയുന്നു. ഞാൻ അള്ളാഹും റസൂലും പറയാണ്, റസൂലുള്ള പറയുന്നു അള്ളാഹും റസൂലും നിങ്ങളിലുണ്ട്, നിങ്ങളാണ്. പിന്നെ എങ്ങനെ മുഹമ്മദ് മരിക്കും? അപ്പൊ നിങ്ങൾ തന്നെ മുഹമ്മദിലേക്ക് ആ റസൂലുള്ള നിങ്ങളിലേക്ക് പകർന്ന് നിങ്ങളുടെ പുനർജനിപ്പിച്ചെടുത്തിട്ട് നിങ്ങളെ അതാക്കി തീർത്ത്. അതിനാണ് മുഹമ്മദ് വന്നത്, അതിനെ ഞാനും വന്നത്, എന്നെയും അതാക്കി. ഈ രാമനും കൃഷ്ണനും മുഹമ്മദും യേശുവും ഗുരുനാനാക്കും എല്ലാവരും, രാമകൃഷ്ണ പരമഹംസനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും ഞാൻ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. ആ ഏക പരമാത്മാവല്ലേ അവരെല്ലാവരും. ആ ശരീരത്തിലൂടെ എല്ലാം വെളിവായതാകാം. ഒരു ആത്മാവല്ലേ, അള്ളാഹുവല്ലേ, ഈശ്വരനല്ലേ, ദൈവമല്ലേ. അത് തന്നെ നിങ്ങളിലും എന്നിലും. പിന്നെ എങ്ങനെ നിങ്ങൾ വേറെ ആവും? ഞാൻ വേറെ ആവും എങ്ങനെ?